എന്ന കുഞ്ഞിനെയാണെന്ന് ഗർഭം ചുമന്നിരിക്കുന്നത്. പിന്നീട് അറിയാം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് ശ്രദ്ധിക്കുന്നവർ പറഞ്ഞു, മോളെ ഞാൻ ചില ടാസ്കുകൾ നൽകുകയാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ നിങ്ങൾ വാ. അബ്ദുറഹ്മാൻ എന്നവർ വന്നു. ശ്രദ്ധിക്കുന്നവരുടെ മോന അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ, അബൂബക്കർ എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ. രണ്ടാളെ നിർത്തിയിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഞങ്ങൾ പോകുന്നത് മദീനയിലേക്ക്. ഈ ന്യൂസ് സീക്രട്ടാക്കി വെക്കണം, ആരോടും പറയരുത്. മക്കയിൽ നടക്കുന്ന ചർച്ചകൾ നീ കാതോർക്കണം. എനിക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഒന്ന് അറിയിച്ചു തരണം, അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കണം. ന്യൂസ് ഏജൻസിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ. ന്യൂസിന്റെ ഇൻചാർജാണ് കൊടുത്തത്. മോളെ അസ്മാ, നിങ്ങളുടെ ഇൻചാർജ് കാറ്ററിംഗ്, ഭക്ഷണം വേണ്ടേ? ഞാനും ഹബീബും മദീനയിലേക്ക് പോകുമ്പോൾ മക്കയുടെ അതിർവരമ്പുകൾ കഴിഞ്ഞു കടക്കുന്നത് വരെ ഒരു 100 കിലോമീറ്റർ എങ്കിലും അസ്മാ ബീവിക്ക് ടാസ്ക് ഉണ്ട്. ഹബീബായ നബി ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആര്? ഗർഭിണിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് സൗർ ഗുഹയിൽ നബി ഞങ്ങൾ താമസിക്കുമ്പോൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിക്കുമ്പോൾ, ഹബീബിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മരണത്തിനിടക്ക് ദുർബലമായ ചിലന്തി വലകളല്ലാതെ, മാടപ്രാവിന്റെ കൂടുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലാത്ത സമയം. എന്നാൽ അള്ളാഹുവിന്റെ അദൃശ്യമായ സൈന്യം ഇറങ്ങിയ നേരം അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു ഗുഹയിലേക്ക് എത്രയോ തവണ കയറിറങ്ങിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി. ഭക്ഷണത്തിന്റെ പാത്രം, അന്ന് ടിഫിനൊന്നും ഇല്ലല്ലോ. പള്ളിയിലേക്ക് ഉസ്താദന്മാർക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുപോയി കൊടുക്കും അല്ലേ, ഭക്ഷണം കൃത്യമായിട്ട് ചിന്തിപ്പോവാതിരിക്കാൻ. അന്ന് അതൊന്നും ഇല്ല. ബീവി റളിയല്ലാഹു അൻഹയുടെ പാത്രത്തിലെ ഭക്ഷണം താഴെ വീഴാതെ കുന്നു കയറണം. ഇന്ന് തന്നെ സൗർ ഗുഹ, ഹിറാ ഗുഹ കയറാൻ പ്രയാസമാണ്. കുറച്ച് സ്റ്റെപ്പൊക്കെ അന്ന് കുറച്ച് പാകിസ്ഥാനിലെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയോ പ്രൊജക്റ്റുകളൊക്കെ അവിടെ വരുന്നു എന്ന് കേൾക്കുന്നു ഇൻഷാ അല്ലാഹ്. അന്ന് ആ പാറ പൊത്തിപ്പിടിച്ച് ആര് കയറണം? 7 മാസം 8 മാസം ഗർഭിണിയായ ഈ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കയറി. അപ്പോ ഭക്ഷണം വീണു പോകില്ലേ? കയറ് വേണം, കയറ് കിട്ടുന്നില്ല. അപ്പോഴാണ് സ്വന്തം അബായ, സ്വന്തം വസ്ത്രം പിടിച്ചു കെട്ടിയ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, ലെതറിന്റെ ബെൽറ്റ്. ആ ബെൽറ്റ് എടുത്തിട്ട് ബീവി റളിയല്ലാഹു അൻഹ 2 നേർ പകുതിയിൽ ചീന്തിക്കളഞ്ഞു. അങ്ങനെ ഒരു ചീന്തെടുത്തിട്ട് ഭക്ഷണം ടൈറ്റായിട്ട് കെട്ടി, അടുത്ത ചീള് കൊണ്ട് ഡ്രസ്സും മുറുക്കി കെട്ടി, എന്നിട്ട് അങ്ങ് കയറി ചെന്ന് നബിയുടെ മുമ്പിലേക്ക്. ഈ ബെൽറ്റിന്റെ കഷ്ണമാണ് നബി ഞങ്ങൾ കാണുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു, അസ്മാ ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമയാണ് അസ്മാ നിങ്ങൾ. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം സ്വർഗീയ വസ്ത്രം കൊണ്ട് നിങ്ങൾ അലങ്കരിക്കും. അവിടെ മുതലാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്നറിയപ്പെടുന്ന പേരിനർഹയായത്. ഹബീബിന് വേണ്ടി വസ്ത്രം കെട്ടുന്ന ആ ഒരു ബെൽറ്റ് ചിന്തിയെടുത്ത് നിബിധങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറ് ചെയ്തു കൊടുത്ത പൂർണ്ണ ഗർഭിണിയായിരുന്ന സിദ്ദീഖ് എന്നവരുടെ മോളാണത് അസ്മാ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മുടെ മസ്ജിദ്, നമ്മുടെ മദ്രസ, നമ്മുടെ മുതഅല്ലിമീങ്ങൾ നമ്മുടെ ചിന്തയുടെ ഭാഗമാവണം. നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമാവണം നമ്മുടെ ദീൻ. അവിടെ പള്ളിയിൽ ഉസ്താദുമാർ കാണും, അവിടെ മുഅദ്ദിനുമാർ കാണും, സദർ ഉസ്താദ് കാണും, ഖതീബ് ഉസ്താദുമാർ കാണും, മുതഅല്ലിമീങ്ങൾ കാണും, ഹാഫിളീങ്ങൾ കാണും. നമ്മുടെ മദ്രസയിലെ സംവിധാനങ്ങൾ, അവിടേക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഖിദ്മത്തുണ്ടോ, ഭക്ഷണമോ അവരുടെ വസ്ത്രമോ അവർക്ക് വെള്ളമോ അവർക്ക് കറണ്ട് സൗകര്യമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന ഒരു കൺസേൺ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലും ഇബാദത്താണ്. അസ്മാ ബീവി എന്ന മോള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനായി പറഞ്ഞയച്ചത് റളിയല്ലാഹു തആല. സിദ്ദീഖ് തങ്ങളുടെ 2 മക്കൾക്ക് ഡ്യൂട്ടിയാണ്, ഓൺ ഡ്യൂട്ടിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ എന്നും നബി തങ്ങളെ കണ്ടു കാണും. മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ മക്കയിലെ ന്യൂസ് അറിയിച്ചു കൊടുക്കുകയാണ് ഡ്യൂട്ടി. അസ്മാ ബീവി നടക്കാൻ കഴിയുന്ന അത്രയും ദൂരം ദിവസങ്ങളോളം ഹബീബിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാലങ്ങൾ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നന്മയാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീൻ പഠിക്കുന്ന, ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തവർ, ഇവിടെ വാഴ്ന്നു പറയാൻ വരുന്നവർ, കഴിഞ്ഞു പോയവർ, അവർക്കൊക്കെ വേണ്ടി ഭക്ഷണം ഒരുക്കിയവർ, പടച്ചതമ്പുരാൻ അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര വലിയ കൂലിയാണത്. ഹിജ്റയുടെ ദൗത്യം പറയുമ്പോൾ ദീനിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഖിദ്മത്തിന് സമയം നമ്മളെ എൻഗേജ് ചെയ്യിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ നന്മയിൽ എൻഗേജ്ഡ് ആയില്ലെങ്കിൽ അവരുടെ എൻഗേജ്മെന്റ് തിന്മയിലേക്കായി പോകും, ഉറപ്പാണ്.
ഇവിടെ നമ്മുടെ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ അല്ലെ, മദ്രസന്റെ പേരതല്ലേ, നമ്മുടെ മദ്രസയുണ്ട്, നമ്മുടെ ഈ മസ്ജിദുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളുടെ ഖിദ്മത്തിന് നമ്മുടെ യുവാക്കളുടെ സമയം അവരെ ചെലവഴിച്ചില്ലെങ്കിൽ അത് പിന്നെ വേറെ പല വഴിയിലേക്കും ചിതറിപ്പോകും. പിശാച് അതിനെ തട്ടിയെടുത്ത് കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഹറമാണിത്, വിശുദ്ധമായ മുഹറം ഒരു ഹിജ്റയുടെ സന്ദേശമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഓരോ പുതുവർഷം വരുമ്പോഴും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ഹബീബ് മരുഭൂമിയിൽ പിച്ചവെച്ച് നീങ്ങുന്ന സ്പീഡ് തീരെയില്ലാത്ത ഒരു ഒട്ടകപ്പുറത്ത്, ഒരു വാഹനപ്പുറത്ത് 11 ദിവസമെടുത്ത് നടത്തിയ യാത്ര. ആ യാത്രയാണ് നമ്മുടെ കലണ്ടർ. ആ കലണ്ടർ ഇന്ന് രൂപീകരിച്ചിട്ട് ആ കലണ്ടറിന്റെ ആസ്പദമായ സംഭവം ഹിജ്റ കഴിഞ്ഞിട്ട് 1445 കൊല്ലം കഴിഞ്ഞു. 1445 കൊല്ലം. സുബ്ഹാന ജല്ല ജലാലു. ആ ഒരു ചരിത്രത്തെ നമ്മൾ അയവിറക്കുകയാണ്. അതിലെ പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതിൽ പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. മുഹറത്തിലാണ് അത്രേ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചത്. ആദം നബിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്, ഭൂമിയിലേക്ക് ഇറക്കിയത്, ആദം നബി വഫാത്തായത്, നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കം അങ്ങ് ജൂതി പർവ്വത മടക്കുകളിൽ ചെന്ന് നങ്കൂരമിട്ടത്, ഇതൊക്കെ മുഹറത്തിലെ സംഭവങ്ങളാണ്. യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് മുഹറം മാസത്തിലായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് സംഭവം നടന്ന ഫലസ്തീനിലാണ്, ടെല്ലവീവിലാണ്, ഇസ്രായേലിന്റെ കയ്യിലാന്ന് മാത്രം. ടെല്ലവീവിൽ അതിൻ്റെ ഒരു അടയാളമുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം ഛർദ്ദിച്ച ഇടം. യൂനുസ് നബി ഇബാദത്തിനിരുന്നൊരു സ്ഥലമുണ്ട്. യൂനുസ് നബിയുടെ മഖാം എന്നറിയപ്പെടുന്നത് ഫലസ്തീനിലെ ഖലീലിലേക്ക് പോകുന്ന വഴിയിലുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഹൽഹൗൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഹൽഹൗൽ എന്ന് പറഞ്ഞാൽ ഹല്ല ഹൗലൻ, ഒരു വർഷം മഹാനവറുകൾ അവിടെ താമസിച്ചു എന്നർത്ഥത്തിലാണ് ഹല്ല ഹൗലൻ. അതാണ് ഹൽഹൗൽ എന്നറിയപ്പെടുന്നത്. അതൊരു ചെറിയ അങ്ങാടിയാണ്. അവിടെയാണ് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മഖാമുള്ളത്, സയ്യിദുന യൂനുസ് അലൈഹിസ്സലാം. ആ സംഭവം നടന്നത് മുഹറത്തിലാണ്. മുസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു വലിയൊരു വിജയം നൽകിയത്, ലോകാവസാനം വരെ ദൃഷ്ടാന്തമായി പടച്ച തമ്പുരാൻ ഫിർഔനെ കിടത്തിയിരിക്കുന്നു ചെങ്കടലിൽ മുക്കിക്കൊന്നതിന് ശേഷം. ഇതൊക്കെ നടന്നത് മുഹറത്തിലാണ്. അത് മുഹറം 10-നാണ്. ദാരുണമേറിയ കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ അന്ത്യം നടന്ന ഒരു ദുഃഖം, അതിനുശേഷം നടന്നൊരു ചരിത്രത്തിന്റെ ഒരു കറുത്ത അധ്യായമാണ്. ഒരുപാട് ചരിത്രത്തിന്റെ സാക്ഷ്യങ്ങൾ കിടക്കുകയാണ്. ഫലസ്തീനിന്റെ മോചനത്തിന്, മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി നടന്ന ഹിത്വീൻ യുദ്ധം, അതിന്റെ ആരംഭങ്ങളൊക്കെ ഈ മുഹറത്തിലായിരുന്നുവെന്നാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരുപാട് വിജയഗാഥകൾ നടന്നത് മുഹറം മാസത്തിലായിരുന്നു. നൂറുദ്ദീൻ സങ്കിയുടെ, അലബർസലാൻ എന്ന മഹാനവറുകളുടെ ഒരുപാട് വിപ്ലവകാരികൾ, സമൂഹത്തിന് നന്മയുടെ പാത വെട്ടിത്തെളിച്ചു കൊടുത്ത ചരിത്ര പണ്ഡിതന്മാർ, ചരിത്രത്തിലെ യുഗപുരുഷന്മാർ, അവരൊക്കെ ചരിത്രം കുറിച്ചു വെച്ചത് മുഹറത്തിലാണ്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ അതൊരു കേവലം ഒരു ഡയറ്ററി പ്രാക്ടീസായി മാറ്റരുത്. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സമർപ്പണമാണ്, ത്യാഗമാണ്. അള്ളാഹുവേ, അവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്തു, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാനൊന്നും ആയില്ല റബ്ബേ, ഞാൻ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ശരീരം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നിനക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തുകയാണ്, നിനക്ക് വേണ്ടി നോമ്പെടുക്കുകയാണ്. അവരൊക്കെ ചോദിച്ചത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, നമ്മളും ചോദിക്കുന്നത് റബ്ബിൻ്റെ സ്വർഗമാണ്. അവിടങ്ങളിലെത്താൻ നമ്മളെ കൊണ്ടാവണം. പടച്ച തമ്പുരാൻ ഈ ഒരു മുഹറം അതിന് നമുക്ക് ആവേശവും ആക്കവും തൗഫീഖും നൽകി റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. അല്ലാഹു നമ്മെ ത്യാഗം ചെയ്ത് ജീവിക്കാൻ പറഞ്ഞേച്ച് അള്ളാഹുവിനെ അറിയാനുള്ള ഒരു ജീവിതം, ഈ ജീവിതം അള്ളാഹുവിനെ അറിയാനുള്ള ജീവിതമാണ്. പടച്ച തമ്പുരാനെ കണ്ണുകൊണ്ട് കാണാതെ, എന്നാൽ സർവചരാചരങ്ങളിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങൾ, നമ്മുടെ മഴത്തുള്ളിയിൽ പോലും, കാർമേഘത്തിൽ പോലും, ചെടികളിൽ, ജീവജാലങ്ങളിൽ, ജന്തുക്കളിൽ, പ്ലാന്റ് സെല്ലുകളിൽ, അനിമൽ സെല്ലുകളിൽ, ആറ്റം കണികകളിൽ അടക്കം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണിച്ച്
അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണാതെ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകളെ കൊണ്ട് നേർക്കുനേരെ കാണപ്പെടാത്തവനാണ് അല്ലാഹു, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം സീനാ താഴ്വരയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് സംസാരിച്ച നേരം റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി അരിനീ അൻദുർ ഇലൈക, പടച്ചവനെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് നിന്നെയൊന്ന് നോക്കണം, എനിക്ക് നിന്നെയൊന്ന് കാണണം. റബ്ബി അരിനീ അൻദുർ ഇലൈക. ആ ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം, അപ്പോഴേ എനിക്ക് കാണാൻ പറ്റൂ. എനിക്ക് കാണണം എന്നല്ല പറയുന്നത്, നീ കാണിച്ചു തരണം, എങ്കിലേ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ. അല്ലാഹുവിന്റെ മറുപടി വന്നു, മൂസ നബിയേ, ലൻ തറാനീ, നിങ്ങളുടെ കൃഷ്ണമണികൾക്ക്, നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനകൾക്ക് വിഷയീഭവിക്കാൻ മാത്രം അല്ലാഹു ചെറുപ്പമല്ല. മൂസ നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ എന്നെ ഈ ഭൂമിയിൽ വെച്ച് കാണുക സാധ്യമല്ല നബിയേ. സീനാ മരുഭൂമിയാണത്, സീനാ മരുഭൂമി. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ആ പള്ളിയിൽ, അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു ചർച്ചുമുണ്ട്, സെയിന്റ് കാത്തറീൻ ചർച്ച്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ട ചെടി ഇപ്പോഴും അവിടെ ഉണ്ട്. മിനിമം 5000 കൊല്ലം അതിന് പഴക്കമുണ്ട്. ഒരു വള്ളിച്ചെടിയാണ് അത്. കൃത്യമായും അത് ചർച്ച തുറന്നാലേ കാണാൻ പറ്റൂ, ഇല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ സീനായിലെത്തിയാൽ കാണാൻ കഴിയില്ല. സീനാ മരുഭൂമിയാണ്. ഖൈറോവിൽ നിന്നൊരു 700-800 കിലോമീറ്റർ അപ്പുറത്ത് സെയിന്റ് കാത്തറീൻ എന്ന് പറയുന്നൊരു മഹദി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്തീയ മഹദി. ആ മഹദിയുടെ പേരിലാണ് ആ ചർച്ചുള്ളത്. അവിടെ ആ നഗരി അറിയപ്പെടുന്നത്. ഒരു മരുഭൂമിയിലെ നടുവ്, മനുഷ്യന്മാരൊന്നുമില്ല, വളരെ കുറച്ച് ബതുക്കളുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, ഇത്ര തന്നെ. ആ വൃക്ഷം ഇന്നും അവിടെയുണ്ട്, കാണാൻ പറ്റും. അള്ളാഹുവിനോട് സംസാരിച്ച വൃക്ഷമാണത്. അതാണ് സീനാ താഴ്വര. അവിടെ നിന്ന് നോക്കിയാൽ ഒരു മെഹ്റാബ് പോലെ, ഒരു ഖബർ പോലെ, മേലെ ഒരു അടയാളപ്പെടുത്തിയ പോലെ ഒരു അടയാളമുള്ള ഒരു പർവ്വതം കാണും. അതാണ് ജബലു ദക്ക. ദക്ക എന്ന് പറഞ്ഞാൽ പൊടിപൊടിയായി പോയി എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട്, പടച്ചവനെ എനിക്ക് നിന്നെ കാണണം എന്ന് ശാഠ്യം പിടിച്ചപ്പോ മൂസാ നബിയെ, ഫൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ മൂസാ നബിയെ. വലിയൊരു മലനിരകളാണ്, ഒരുപാടുണ്ട്. സീനാ മലകൾ എന്ന് പറയുന്ന ഒരുപാട് മലകളാണ്. അതിൽ ജബലു ദക്ക എന്ന പർവ്വതം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചർച്ചിന്റെ മുമ്പെന്ന് നോക്കിയാൽ കാണും. അവിടെ ഒരു ഖബർ പോലെ ഒരു കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയൊരു മെഹ്റാബ് കടത്തി വെച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് മലന്റെ മുകളിൽ. ആ മല ഇരുന്നതാണെന്നാണ് അല്ലാഹുവിന്റെ മറുപടി വന്ന മൂസ നബിയെ, ലുക്ക് അറ്റ് ദ മൗണ്ടൻ, ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതത്തിന് അനങ്ങാതെ അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അങ്ങനെ അള്ളാഹുവിൻ്റെ തജല്ലിയുടെ, റബ്ബിന്റെ പ്രകാശത്തിൽപ്പെട്ടൊരു പ്രകാശം ഒരൽപ്പം ആ മലയിലേക്ക് പ്രത്യക്ഷപ്പെടുക. മൂസാ നബി നോക്കിക്കോളൂ മൂസാ നബിയെ, ആ പർവ്വതം അവിടെ തന്നെ അനങ്ങാതെ നിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസാ സ്വഇഖാ, ആ പർവ്വതം കിടുകിടാ വിറക്കുകയും അങ്ങ് ഇരിക്കുകയും ചെയ്തു. വലിയൊരു പർവ്വതം അങ്ങ് ഇരുന്നു, ഹാഫായിട്ട് ചുരുങ്ങി. ആ പർവ്വതം ഒരു കറുപ്പ് നിറമാണ്, അതിൻ്റെ കല്ലുകളൊക്കെ കറുപ്പാണ്. പക്ഷെ ഇപ്പുറത്തെ മലകളൊക്കെ ചുവപ്പ് നിറമാണ്. കറുത്ത നിറമുള്ള ഒരു മലയാണ്, അതങ്ങ് ഇരുന്നതാണെന്നാണ്. അവിടുത്തെ നാട്ടുകാരൊക്കെ എപ്പോഴും പറയും അത് ജബലു ദക്കയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ നോക്കാൻ വേണ്ടി നോക്കി നിന്ന പർവ്വതമാണത്. പക്ഷേ കാണാൻ പറ്റിയില്ല. മൂസാ നബി ബോധം കെട്ടി വീഴുക ചെയ്തത് അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ ചില കല്ലുകളുണ്ട്, ആ മലയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ. ആ കല്ല് സാധാ ഒരു കരിങ്കല്ല്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടും. അത് എങ്ങനെ പൊട്ടിച്ചാലും അതിൽ ഈ ചെടിയുടെ അടയാളമുണ്ട്. നമ്മൾ പറഞ്ഞ അള്ളാഹുവിനോട് സംസാരിച്ച ചെടിയുണ്ടല്ലോ, ബേണിംഗ് ബുഷ് എന്ന് ക്രിസ്ത്യാനികളൊക്കെ വിളിക്കുന്ന, ജൂതന്മാർ വിളിക്കുന്ന ആ ചെടി. നമ്മൾക്കതിന് പേരൊന്നും നമ്മുടെ കിതാബിലൊന്നും കണ്ടിട്ടില്ല. മിന ഷജറത്തിൽ മുബാറക, ഖുർആൻ പറഞ്ഞു ആ പരിശുദ്ധമായ വൃക്ഷത്തിൽ നിന്നാണ് മൂസാ നബി ശബ്ദം കേട്ടത്. ആ ചെടിയുടെ അടയാളമുള്ള ഒരു പ്രിന്റ്, ആ കല്ല് എങ്ങനെ പൊട്ടിച്ചാലും അതിനുള്ളിൽ ഈ ചെടിയുടെ അടയാളമുണ്ട്. $1 ഒരു കല്ല് ഇതൊക്കെ പറഞ്ഞ് ബുക്ക് അവിടെ വല്ലാതെ ഇറക്കിച്ചാൽ പിന്നെ $1 നാലെണ്ണം കൊണ്ടേക്കോളി എന്ന് പറയും ചെയ്യും ആദ്യമൊക്കെ. അപ്പോൾ ഇത് അവിടെ മാത്രം കാണുന്നൊരു അത്ഭുതമാണ്, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ലേ, ഉണ്ടാവുമായിരിക്കും അല്ലാഹു അലം. പക്ഷേ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കല്ല് കുട്ടികൾ കൊണ്ടുവരും, ചെറിയ കുട്ടികൾ ഇങ്ങനെ ട്രയൽ കൊണ്ടുവരും. ഒരു സ്റ്റോൺ $1, ഒരു $1 $80, എത്ര 80 രൂപ 85 രൂപ നാട്ടിലെ.
ഒരു അമേരിക്കൻ ഡോളറിന് ഒരു കല്ല് എന്ന് പറഞ്ഞ് തരും. ആ കല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പ്രിൻ്റ് ഉണ്ട്. ആ ചെടിയുടെ ഒരു വള്ളിച്ചെടിയാണ്. ആ ചെടിയുടെ ഇലകൾ ഇങ്ങനെ വെട്ടിച്ചു വെച്ച പോലെ കറുത്ത അതിൻ്റെ പ്രിൻ്റ് ഈ കല്ലുകളിലൊക്കെ കാണാം. അത് അല്ലാഹു അവിടെ ചെയ്തൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നും ഇഷ്ടം പോലെ ഞാനൊരു കല്ല് കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് പിന്നെ പോകണ്ടില്ല. പക്ഷേ ആ കല്ലവിടെ ഒരു കൗതുകമാണത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ചെടിയുടെ പ്രിൻ്റ് അതിൽ വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് ചോദിച്ചതാണ്, അല്ലാഹു എനിക്ക് നിന്നെ കാണണം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ. മൂസ നബിക്ക് കാണാൻ പറ്റിയില്ല. പറഞ്ഞു, മൂസ നബിയെ സ്വർഗ്ഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടുന്ന് കാണാൻ കഴിയില്ല. അല്ലാഹുവിനെ കാണണമെന്ന് നമുക്ക് മനസ്സിലൊക്കെ കൊതി വേണം. പുണ്യ നബിയെ കാണണമെന്ന ആഗ്രഹം വേണം. ജീവിക്കുന്നതിന് ഒരു മൊട്ടീഫ്, ജീവിക്കുന്നതിന് ഒരു ആകാംക്ഷ വേണ്ടേ, ഒരു പ്രതീക്ഷ വേണ്ടേ? എന്തിനു ജീവിക്കുന്നു, എന്തിനു മരിക്കുന്നു? എന്തായാലും മരിക്കും. മരിച്ചു ചെല്ലും എനിക്ക് റബ്ബിനെ കാണണം, എൻ്റെ റസൂലുള്ളാഹിനെ കാണണം. ആ ഒരു ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ മരിക്കാൻ പേടിയുണ്ടാവില്ല, മരണം വെപ്രാളപ്പെടേണ്ട കാര്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം ഇതൊക്കെ ഇവിടെ ഇട്ടിച്ച് പോവില്ലേ. ഇനിയിപ്പോൾ മഴ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കാരണം പോവുക. എന്ത് മഴ! അവിടെ സ്വർഗത്തിലെത്തിയാൽ മാല ഐനുൻ റഅസ്, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ടവിടെ. എനിക്ക് അവിടെ എത്തണം എന്ന് കൊതി വേണം. അള്ളാഹു നമുക്ക് ആ ഒരു ആഗ്രഹത്തിൽ ജീവിക്കാനും അതിന് ഇബാദത്ത് ചെയ്യണം, അധ്വാനിക്കണം. നമ്മൾ നല്ലവരായി ജീവിക്കണം, അത്രയല്ല പറഞ്ഞിട്ടുള്ളൂ. പോക്കിരികളാവാനല്ല പറഞ്ഞു, നല്ല മനുഷ്യന്മാരായി ജീവിക്കുക. എന്നിട്ട് അള്ളാഹുലേക്ക് യാത്രയാവുക, കലിമ ചൊല്ലിപ്പോവുക, അത്ര തന്നെ. എന്ത് തന്നെ ചെയ്താലും നമുക്കിവിടെ നിന്ന് മരണം ഉറപ്പാണ്. ആ മരണം നാളെ റബ്ബിനെ കാണണം എന്ന കാഴ്ച ലക്ഷ്യമാക്കിയുള്ള യാത്രയാവട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയ്യത്ത് നന്നായി. ജീവിക്കുന്നതിന് നിയ്യത്ത് വേണം. എന്താ എൻ്റെ ജീവിതത്തിന്റെ നിയ്യത്ത്? ഞാൻ അധ്വാനിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സത്യം പറയുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ബന്ധുജനങ്ങളെ, ഭാര്യ മക്കളെ, പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിനെ, മക്കളെ, വീട്ടുകാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, നല്ല നിലക്ക് അവരോട് പെരുമാറുന്നു. എല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അള്ളാഹു നീ പറഞ്ഞില്ലേ, അതുകൊണ്ട്. പിന്നെ എനിക്ക് നിന്നെ കാണണം, നിന്റെ റസൂലിനെ കാണണം അല്ലാഹ് എന്നൊരു ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ 60, 70, 80, 100 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെയും ആ ഓരോ സമയവും ഇബാദത്താണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. സമയം നമ്മൾ പ്രഭാഷണം തുടങ്ങിയിട്ട് 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞു. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാൻ വളരെ നീട്ടി പറയില്ല, ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾക്ക് എന്തോ ജ്യൂസ് വെള്ളം എന്തോ കൊണ്ടുവന്നിരുന്നല്ല, കിട്ടിയാ? പായസം ഉണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നുസ്രത്തുൽ ഇസ്ലാം സഭ പുറത്തിറക്കിയ മഹത്തായ ഒരു സപ്ലിമെൻ്റ് സാഫല്യം, അതിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അത് നിർവഹിക്കുന്നത് അഭിവന്ദനായ സിബ്സാറുൽ ഹഖ് ഉസ്താദ് അവറുകളാണ്. ഏറ്റുവാങ്ങുന്നത് അഭിവന്ദനായ നമ്മുടെ പള്ളിയുടെ ഇമാമും സദറുസ്താദ് കൂടിയായിട്ടുള്ള സിദ്ദീഖ് യമാനി ഉസ്താദ് അവറുകളാണ്. രണ്ടുപേരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. സ്വർഗലോകം അതില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ടോ? മരണത്തിന് ശേഷം ഒരു വിചാരണയില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ മസ്തിഷ്കം എന്ന മഹാ അനുഗ്രഹത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? മണ്ണിലേക്ക് ചേർന്ന് ഇല്ലാതെയായി അവസാനിക്കുകയാണെങ്കിൽ. സ്വർഗവും നരകവും ഇല്ല എങ്കിൽ നീതിയുണ്ടോ? സ്വർഗമില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയുമോ? സ്വർഗമില്ലെങ്കിൽ നാളെ അള്ളാഹുവിനെ കാണുക എന്നൊരു പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ എന്തിനീ ജീവിതം? فينسون النعيم إذا رأوه فيا خسران أهل الاعتزال. മദ്യവും ലഹരിയും നമ്മുടെ കുട്ടികൾ ചെന്ന് വഞ്ചിതരാകുമ്പോൾ ഓർക്കേണമേ, അല്ലാഹു അരുതെന്ന് പറഞ്ഞതാണിത്. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു മനുഷ്യന് അനുവദിക്കുന്ന ഒരു സാധനം ഇവിടെ പറ്റില്ല. ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. നാളെ പരലോകം മനുഷ്യന് നൽകപ്പെടുന്ന പ്രതിഫലത്തിന്റെ ലോകമാണ്. ആലമുൽ ജസാ, അത് പ്രതിഫലത്തിന്റെ ലോകമാണ്. അവിടെ അത് പറ്റും. ഇത് ആലമുൽ അമൽ, ഇത് അമലിന്റെ ലോകമാണ്, കർമ്മങ്ങളുടെ ലോകമാണ്. ഇവിടെ അരുതെന്നും അരുതാത്തതെന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദിൽ നിന്ന് ഒരു പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ. അന്ന് ഒരു റോമൻ സൈന്യം അവരുടെ നാടാക്രമിക്കാൻ വേണ്ടി പടക്കോപ്പ് കൂട്ടുമ്പോൾ പ്രതിരോധം തീർക്കാൻ വേണ്ടി, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണമെന്ന് ജനങ്ങളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു, അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കണേ എന്നൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ വഅദ് കേൾക്കുന്ന തൊട്ടരികത്ത് വന്ന് നിൽക്കുന്ന ഒരു പെണ്ണ്, യാ ശൈഖ്, ശൈഖ് അവറുകളെ എന്ന് 2-3 തവണ വിളിക്കുന്നുണ്ട്. മെഹ്റാബിന്റെ ബാക്കിൽ നിന്ന് ഒരു പെണ്ണാണല്ലോ വിളിക്കുന്നത് എന്ന് കരുതി മഹാൻ മുന്നിലേക്ക് തന്നെ തിരിഞ്ഞതിന് അതിന് മറുപടി കൊടുക്കാൻ ഒരൽപ്പം എന്തിനായിരിക്കുമെന്നറിയില്ലല്ലോ. വീണ്ടും വിളിച്ചപ്പോ മഹാനവറുകൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പൊതിയാണ് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത്, യാ ശൈഖ് അബൂ ഖുദാമ, നിങ്ങൾ ഇത് എന്നിൽ നിന്ന് വാങ്ങിക്കണമേ. ഇത് എൻ്റെ ഒരു സംഭാവനയാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കണം. മഹാനവറുകൾ തുറന്നു നോക്കുമ്പോ 2 ഇഴ മുടിയാണ് മുടഞ്ഞു വെക്കുന്ന ഒരു പെണ്ണിന്റെ നീണ്ട മുടി, 2 മുടിക്കെട്ടുകളാണ്. മഹാൻ ചോദിച്ചു, പെങ്ങളെ, ഞാനിത് എന്താണ് ചെയ്യേണ്ടത്? ഈ മുടിക്കെട്ട് എന്തിനു വേണം? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ദാനമായി നൽകാൻ, സംഭാവന നൽകാൻ എൻ്റെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, ആഭരണങ്ങളില്ല, പൈസയില്ല. എൻ്റെ ഒരു തലമുടിയാണുള്ളത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പടയോട്ടം നടക്കുമ്പോൾ, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കുമ്പോൾ അതിലോടുന്ന കുതിരയുടെ മൂക്കുകയറാക്കാൻ എൻ്റെ തലമുടി നിങ്ങൾ ഉപയോഗിക്കണം. ഇതേ എന്നെ കൊണ്ട് കഴിയൂ, അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭവ്യതയോടുകൂടെ ഒരുമ്മ മഹാനായ അബൂ ഖുദാമത്തു ശാമിയുടെ കൈകളിലേക്ക് നൽകിയ ഒരു സംഭാവന. ചരിത്രം ഇത് ഓർക്കുകയാണ്. മഹാന്മാർ ഈ ചരിത്രം പറയുമ്പോൾ പൊട്ടിക്കരയാറുണ്ട്. അത്രമേൽ ഹൃദയഭേദകം ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം. മഹാനവറുകൾ
ആദ്യമായാണ് ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം. മുടിയിഴകളാണ് കൈകളിൽ നൽകിയിരിക്കുന്നത്. ഇത് യുദ്ധത്തിലോടുന്ന ഏതെങ്കിലും ഒരു കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഉപയോഗിക്കണേ എന്നാണ് അപേക്ഷ. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു സൈന്യവുമായി പുറപ്പെടുമ്പോൾ അതിൽപ്പെട്ട മഹാന്റെ കുതിരയുടെ മൂക്കുകയർ ഈ മുടിനാരുകളായിരുന്നു, ഈ മുടിയിഴകളായിരുന്നു ഒരു പെണ്ണിന്റെ. യുദ്ധം പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ, ഒരു 10-13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ശൈഖ് അവറുകളെ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? യുദ്ധത്തിന്. മോനെ നിങ്ങൾ ചെറിയ കുട്ടിയാണ്, നിങ്ങൾ വരാൻ പാടില്ല. ഞാൻ ചെറിയ കുട്ടിയല്ല, ഞാൻ വരുന്നു, എനിക്ക് വന്നേ പറ്റൂ. മോനെ നിങ്ങൾക്ക് നിനക്ക് എക്സ്ക്യൂസുകളുണ്ട് മോനെ, നിനക്ക് ഇങ്ങനെ നിർബന്ധമില്ലല്ലോ മോൻ, ഇത് വരരുത്, മുതിർന്ന ആളുകൾക്കുള്ളതാണ്, മുതിർന്നവരാണ്, നിങ്ങളെ മക്കൾക്ക് സംരക്ഷണം നൽകാനാ മുതിർന്നവർ രാജ്യത്തിന്റെ കാവൽക്കാരായി പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വരരുത് മോൻ, തിരിച്ചു പോവണം. ശൈഖ് അവറുകളെ, അബൂ ഖുദാമത്തു ശാമി തങ്ങളെ, നിങ്ങൾ എന്നെ എങ്ങനെ തിരിച്ചയച്ചാലും ഞാൻ പോവില്ല, എനിക്ക് വരണം. ഇന്നി ഉരീദു ഷഹാദതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ എനിക്ക് രക്തസാക്ഷിയാവണം. ഒരു ചെറുപ്പക്കാരൻ കുട്ടിയായി പറയുന്നത്. മഹാനവറുകൾക്ക് സ്വീകരിക്കേണ്ടി വന്നു, കൂടെ കൂട്ടേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, മോനെ നീ ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ മോനാണ്, ബിശർത്തിൻ, നിന്നോട് എനിക്കൊരു കരാറുണ്ട്, ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുമെങ്കിൽ മാത്രമേ നീ ഞങ്ങളുടെ കൂടെ വരാവൂ, നിന്നെ ഞാൻ കൂട്ടുകയുള്ളൂ. പറഞ്ഞോളൂ ശൈഖ് അവറുകളെ, എന്താണ് കരാറ്? ഭയങ്കര അത്ഭുതമാണ്. എന്താ കണ്ടീഷൻ? കുട്ടിയോട് അബൂ ഖുദാമത്തു ശാമി പറയാം, കരാർ എന്താണെന്നറിയോ മോനെ? ഇൻമിച്ച ഷഹീദാ, മോനെ നീ എങ്ങാനും ഷഹീദാവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണ നാളിലേക്ക് നീ കടന്നു വരികയും ചെയ്യുമ്പോൾ മോനെ നീ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. നീ ചെറിയ മോനാണ്, നീ സ്വർഗത്തിലേക്കാണ് പോവുക, അതുകൊണ്ട് നാളെ നീ വിചാരണക്ക് വരുമ്പോ ഈ അബൂ ഖുദാമയെ നീ മറക്കുമോ, എന്നെ നീ ഓർക്കുമോ, എനിക്ക് ശഫാഅത്ത് നീ നൽകണം എന്ന കണ്ടീഷൻ അത് ഉറപ്പാണെങ്കിൽ എൻ്റെ കൂടെ വാ, ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ അങ്ങേക്ക് ശഫാഅത്ത് ചെയ്യും. ആര് പറയുന്നു? ഈ കുട്ടി. യുദ്ധത്തിന് പുറപ്പെടുന്നു. യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഈ കുട്ടി പറഞ്ഞു, അബൂ ഖുദാമ എനിക്ക് 3 അമ്പ് തരണം, 3 മോനെ അമ്പുകളില്ല, വില്ലുകളില്ല, അത് മുതിർന്നവർക്കുള്ളതല്ലേ, കുട്ടിക്ക് എന്ത് ചെയ്യാനാണ്? എനിക്ക് 3 തന്നേ പറ്റൂ. മഹാനവറുകൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ യാ അമ്മി അഅ്തിനി 3 അസ്ഹും, 3 അമ്പ് എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ഗത്യന്തരമില്ലാതെ കൊടുത്തു. അങ്ങനെ അസ്സലാമു അലൈക യാ അബാ ഖുദാമ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരമ്പ് അത് റോമക്കാരനായ ശത്രു സൈന്യത്തിലേക്ക് ചെന്നു പറ്റി. രണ്ടാമത്തേതിലും പറഞ്ഞു അസ്സലാമു അലൈക യാ അബാ ഖുദാമ. അബൂ ഖുദാമ തങ്ങളോട് സലാം പറയാൻ. മഹാന്റെ കുതിരയുടെ തൊട്ടടുത്തുണ്ട് ഈ കുട്ടിയുടെ കുതിരയും. മൂന്നാമത്തെ ഒരു അമ്പ് കൂടെ ലക്ഷ്യം കണ്ടപ്പോൾ അതാ കുട്ടിയുടെ നേരെ ഒരമ്പ് വരുന്നു. കുട്ടി കുതിരയുടെ മുകളിൽ നിന്ന് മരണപ്പെടുന്നു, ഷഹീദായി താഴെ വീഴുന്നു. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ മുമ്പിൽ പിടയുന്ന കുഞ്ഞിനോടൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തൻസൽ വഅദല്ലദീ ബൈനനീ വബൈനക, ഞാനും നിങ്ങളും തമ്മിലുള്ള കരാറുണ്ട്, മോൻ മറക്കരുതേ. അപ്പൊ മോന്റെ മറുപടി ഇല്ല, ഞാൻ മറക്കില്ല, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യണമെന്നല്ലേ. കുട്ടി മരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു യാ അമ്മി അബൂ ഖുദാമ ഖുദ് ഹാദൽ ഖുർജ്, ഈ ഒരു തോൽപാത്രം നിങ്ങൾ വാങ്ങണേ, ഒരു ബാഗ്, ഈ ബാഗ് നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് കൊടുക്കണമേ. നിന്റെ ഉമ്മ എനിക്ക് എങ്ങനെ അറിയും മോനെ? വമൻ ഉമ്മുക യാ ബുനയ്യ, മോനെ നിന്റെ ഉമ്മ ആരാണ്? ഇപ്പൊ പറഞ്ഞു എൻ്റെ ഉമ്മയെ അറിയില്ലേ? എൻ്റെ ഉമ്മയാണ് ഉമ്മിയല്ലചീ അഅ്തതുക ളഫീറ, ആ മുടിയിഴകൾ നൽകിയ ഉമ്മയില്ലേ, അതെൻ്റെ ഉമ്മയാണ്. ദുർരിയതം ബഅലുഹാ മിൻ ബഅൽ വല്ലാഹു സമീഉൻ അലീം. ആ ഉമ്മയുടെ മുടിയിഴകൾ ദാനമായി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെയും പറഞ്ഞയച്ച ഉമ്മയായിരുന്നു അത്.
ഒരു രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ദീനിനൊരു പ്രയാസം വരുമ്പോൾ, മോനെ പിന്തിരിഞ്ഞോടരുത് എന്ന് പറഞ്ഞ് ആ മോനെ ധൈര്യം കൊടുത്ത് പറഞ്ഞയച്ച ഉമ്മയായിരുന്നു അത്. യുദ്ധം അവസാനിച്ചു. ശുഹദാക്കളെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോൾ ഈ മോൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മോനായിരുന്നു. ആ മോനെ മറവ് ചെയ്തപ്പോൾ ഖബർ ലഫളത്തുഹു, ഖബറൊക്കെ മൂടി ഒരു വന്നു, മയ്യത്ത് പുറത്ത്, ഖബറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. വേറെ ഖബർ കുഴിച്ചു, അവിടെ മറവ് ചെയ്തു. വീണ്ടും മയ്യത്ത് പുറത്തേക്ക് വരുന്നു. മഹാനവറുകൾ ക്ഷീണിച്ച് തളർന്ന് അന്നൊന്ന് കിടന്നുറങ്ങി ഒരൽപ്പനേരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് വഹി വരുന്നു, അല്ലെങ്കിൽ ഇൽഹാം വരുന്നു. ഉത്റുക്ക് വലിയല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ ആ മോനെ അവിടെ ഇട്ടേക്ക്, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട. മയ്യത്ത് അവിടെ തന്നെ വെച്ചു. വലിയ പക്ഷികൾ വന്ന് ആ കുഞ്ഞിൻ്റെ മാംസം തിന്നുപോകുന്നു. എല്ലുകൾ മാത്രമായി മാറി ദിവസങ്ങളെ കൊണ്ട് ആ എല്ലുകൾ മറവ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഞ്ഞിൻ്റെ മാംസമൊക്കെ പക്ഷികൾ കഴിച്ചുപോയി. ഇതൊരു അത്ഭുതമായിരുന്നു, ചരിത്രത്തിലെ അത്ഭുതം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. കുഞ്ഞ് നൽകിയ ഒരു തോലിൻ്റെ ഒരു ബാഗുണ്ട്, ഖുർജ്. ആ ബാഗ് ഉമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി മഹാനായ അബൂ ഖുദാമത്തു ശാമി തങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ പെങ്ങളാണ് എഴുന്നേറ്റ് വരുന്നത്. പെങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്ക് സന്തോഷം തരാനാണോ അതല്ല ഞങ്ങളെ ആശ്വസിപ്പിക്കാനാണോ നിങ്ങൾ വരുന്നത്? മനസ്സിലായി, ഇത് വല്ലാത്തൊരു കുടുംബമാണ്. സന്തോഷിപ്പിക്കാനാണ് എന്നാ പറഞ്ഞോളൂ. എൻ്റെ കൊച്ചനുജന് അള്ളാഹു രക്തസാക്ഷിത്വം നൽകിയോ? അതെ, അൽഹംദുലില്ലാഹ്. എൻ്റെ മുതിർന്ന ഇക്കാക്കും അത് സംഭവിച്ചു, ഇപ്പൊ ചെറിയവനും അത് സംഭവിച്ചല്ലേ. അപ്പൊ ഉമ്മ വരുന്നു, എൻ്റെ മോൻ്റെ വിഷയത്തിൽ എന്നെ ആശ്വസിപ്പിക്കേണ്ട, സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി അയച്ചതായിരുന്നുവെന്ന് മഹാനായ അബൂ ഖുദാമയോട് പറയുമ്പോൾ എന്തോ ഒരത്ഭുതം. ഇങ്ങനെയുണ്ടോ ഉമ്മമാർ? സദാചാര ധൈര്യബോധം നൽകുന്ന ഉമ്മമാർ, മക്കളെ തർബിയത്ത് ചെയ്ത ഉമ്മമാർ. ആ ഉമ്മയോട് മഹാനവറുകൾ ഈ ഒരു തോലിൻ്റെ ബാഗ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മോൻ തന്നതാണ്. തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മോൻ്റെ ഒരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു വുളൻ ക്ലോത്ത്, പരുത്തി കൊണ്ടുള്ള ഒരു വസ്ത്രം, ഒരു കനം കുറഞ്ഞ വസ്ത്രം. ആ വസ്ത്രം എടുത്തു കാണിച്ചിട്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ ഈ പൊന്നുമോൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുമായിരുന്നു. അല്ലാഹുമ്മ അഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ, അള്ളാഹുവേ പക്ഷികളുടെ വയറ്റിൽ നിന്ന് നീ എനിക്ക് പുനർജന്മം നൽകണമേ. എൻ്റെ മകൻ്റെ പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുമ്മ അഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ, അവൻ ഉടുത്ത വസ്ത്രമാണ് ഈ കാണുന്നത്. 10, 12, 13 വയസ്സാകുമ്പോൾ മയക്കുമരുന്നിന്റെ ലഹരിയിലേക്ക് പോകുന്ന പിഞ്ചു മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതും മക്കളാണ് മക്കളെ. ഇതുപോലെയുള്ള സദാചാര ബോധമുള്ള തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയിരുന്ന മോനാണിത്. അബൂ ഖുദാമത്ത് ശാമിയുടെ മുമ്പിൽ ആ മോന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ, പക്ഷികളുടെ വയറുകളിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്നവരുണ്ട്, അങ്ങനത്തെ മഹാത്മ്യം എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിരുന്നു ആ കുട്ടിയെ മറവ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് പക്ഷികൾ തിന്നുപോയത്. നാളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ദുർരിയതൻ ബഅദുഹാ മിൻ ബഅദ് വല്ലാഹു സമീഉൻ അലീം. ആത്മധൈര്യം നൽകുന്ന ഉമ്മമാർ ടിവിയുടെ മുമ്പിൽ, സീരിയലിന് മുമ്പിൽ, സിനിമയ്ക്ക് മുമ്പിൽ, വാട്സപ്പിനും ഫേസ്ബുക്കും ഓപ്പണാക്കി, ഇൻസ്റ്റഗ്രാമും ഓപ്പണാക്കിയിട്ട് മരിക്കാൻ വരെ നേരം കിട്ടാത്ത വിധം ബിസിയായി നടക്കുന്ന ഉമ്മമാരെ നമ്മുടെ മക്കളിൽ ഖുർആൻ പഠിപ്പിക്കാനും ഹബീബിന്റെ ചര്യകൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ദീനിന്റെ ചരിതങ്ങൾ ഓതിക്കൊടുക്കാനും അവരെ താലോലിച്ച് നല്ല മക്കളാക്കി വളർത്താൻ ഒരു ഉമ്മ ചെയ്യേണ്ട തർബിയത്തിന് പോലും സമയം കിട്ടാതെ നമ്മുടെ മക്കളെ കൈയൊഴിഞ്ഞ് നടക്കുന്ന ഉമ്മമാരറിയണേ ഈ പിഞ്ചുമോനെ വളർത്തിയ ഒരു ഉമ്മയുടെ കഥ. എന്തിനാണതെന്നറിയുമോ? ജന്നതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം.
സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം മക്കൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഉമ്മയും വാപ്പയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, വമൻ സ്വലഹ, മാതാപിതാക്കൾ നല്ലവരാകണം, ഭാര്യ ഭർത്താവ് നല്ലവരാകണം, മക്കൾ സ്വാലിഹീങ്ങളാവണം, അവര് നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണിത്. 60-70 വയസ്സ് ജീവിച്ച് മണ്ണായി പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാം കൊടുത്ത് മരണത്തിന് ശേഷവും അനന്ത നാളുകളിലേക്ക് നീണ്ടുപോകുന്ന മരണമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ഒരു ഒരുക്കവും ചെയ്യാതെ, ഒരു ഇബാദത്തുമില്ലാതെ, ഒരു കർമ്മവും ചെയ്യാതെ, ഭൗതികത പിശാച് നമ്മെ വട്ടം കറക്കി നമ്മെ കൊണ്ട് പന്ത് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുമ്പോഴേ അവൻ തുള്ളാൻ പറയുന്നിടത്ത് നമ്മൾ തുള്ളുന്നുണ്ട്, അവൻ ചാടാൻ പറയുന്നിടത്ത് ചാടുന്നുണ്ട്, ഉറക്കൊഴിക്കാൻ പറഞ്ഞിടത്ത് ഉറക്കൊഴിക്കുന്നുണ്ട്, അവൻ തിന്നാൻ പറയുന്നത് തിന്നുന്നുണ്ട്. എന്നാൽ കൈകാലുകൾക്ക് വായകൾക്ക് അല്ലാഹു ലോക്കിട്ട് നമ്മുടെ ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി എന്താ നമ്മൾ ഒരുക്കി വെച്ചത്? എന്താ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. വായകൾക്ക് അല്ലാഹു സീലിടുകയും സംസാരിക്കാൻ പറ്റാതാവുകയും കൈകാലുകളും നമ്മുടെ വിരലുകളും വിരൽത്തുമ്പുകളും ടൈപ്പ് ചെയ്ത വിരലുകളും നമ്മുടെ കണ്ണുകളും കാതുകളും അല്ലാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സൂറത്തു യാസീൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തു വെച്ചത്. എപ്പോഴാണ് യാത്ര എന്നറിയാത്ത വാഹനം റെഡിയായി നിൽക്കുന്നു, എപ്പോഴാണ് കയറിക്കോ എന്ന് പറയുന്നത് എന്നറിയാതെ നീങ്ങുന്ന ഒരു ലോകം. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പെടാപാട് പെടുമ്പോൾ നാളെ അല്ലാഹുവിനെ കാണേണ്ട ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? എത്ര സമയമാണ് ആഖിറം നമ്മളെ ചിന്തിപ്പിക്കുന്നത്? എത്ര സമയമാണ് ആഖിറം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്? എത്ര നേരമാണ് ആഖിറത്തിന്റെ ചിന്തകൾ നമ്മെ ഉത്തേജിപ്പിക്കുന്നത്? ഈ ചോദ്യം ഹിജ്റയുടെ പരിസരത്ത് നിന്ന് നമ്മൾ പരസ്പരം ചോദിക്കുകയാണ്. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം والملائكة يدخلون عليهم من كل باب. സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ മാലാഖമാർ അതിസുന്ദരന്മാരാണ്. അവർ വന്നുകൊണ്ട് ചോദിക്കുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടത്? എന്താണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്? എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾ ക്ഷമിച്ചവരല്ലേ? വല്ലാത്തൊരു ചോദ്യമാണത്. നിങ്ങൾ ക്ഷമിച്ചവരല്ലേ? സ്വന്തം കൂട്ടുകാരെ കള്ളു കുടിക്കാൻ വിളിക്കുമ്പോൾ, മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് വിളിക്കുമ്പോൾ ഞാനില്ല എന്ന് പറയാൻ ഒരു ചെങ്കൂറ്റം കാണിക്കണമെങ്കിൽ അവിടെ ക്ഷമ വേണം. കൂട്ടുകാർക്കൊക്കെ ബോയ് ഫ്രണ്ട്, കൂട്ടുകാർക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും ഇങ്ങനെ നടക്കുന്ന ഒരു ലോകത്ത് നീയൊക്കെ ആണാണോ പെണ്ണാണോ എന്ന് ചാലഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലാഹു അനുവദിക്കാത്തൊരു ബന്ധം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പെണ്ണിനും ഒരാണിനും ക്ഷമ വേണം. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചവരല്ലേ? തോന്നിവാസത്തിന് നാട് മുഴുവൻ നീങ്ങിയപ്പോൾ നിങ്ങളതിലേക്ക് പോകാതെ മാറി നിന്ന നല്ല മക്കളല്ലേ? നിങ്ങൾ ക്ഷമിച്ചവരാണ്. കുത്തുവാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടുനിന്നവരാണ്. നിങ്ങളുടെ കൂട്ടുകാരും കൂട്ടുകാരികളും നിങ്ങളെ കളിയാക്കി ചിരിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിച്ചവരാണ്. അതുകൊണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ. അതുകൊണ്ട് ഇവിടം നിങ്ങൾ ശാശ്വതരാണ്. ഈ സ്വർഗ്ഗലോകത്ത് നിങ്ങൾക്കിവിടെ സന്തോഷിക്കാം. സന്തോഷത്തിന്റെ അങ്ങറ്റം വരെ നിങ്ങൾക്കിവിടെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം കാണിച്ചു തരാനാണ്. ബുദ്ധിയും വിവേകവും തന്ന് അല്ലാഹു ഇങ്ങനെ മനുഷ്യനെ പടച്ചുവിട്ട് അങ്ങനെ മരിച്ച് മണ്ണായി ചാരമായി തീർന്ന് അവസാനിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യനെന്ന് പ്രവാചകന്മാരുടെ ജിഹ്വയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ, ബൈബിളിലൂടെ, ഓൾഡ് ടെസ്റ്റമെന്റിലൂടെ, വേദപുരാണങ്ങളിലൂടെയൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണെന്ന് 1000 തവണ നമ്മുടെ ചെവികളിൽ ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ട് ആഖിറം എന്ന ലോകത്തിന് വേണ്ടി ഒരുങ്ങിക്കോളൂ. അതാണ് ജീവിതം. ഈ ലോകത്തെ അത്രമേ നമ്മൾ കണ്ടാൽ മതി. ഇത് ശാശ്വതമല്ല, നശ്വരമാണ്, എപ്പോഴും തീരുന്നതാണ്. തീരാത്തതും അനന്തമായതും നാളെ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ.
പ്രതീക്ഷിക്കേണ്ട ലോകം നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, അള്ളാഹുവിനും റസൂലിനും അനുസരിച്ച് ജീവിക്കുന്നത്, പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത്, അവിടെയാണ് വിജയം. അല്ലാഹുമ്മ ജഅൽനാ മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിൽ നല്ലതും ഏറ്റവും നല്ലതും ഉള്ളപ്പോൾ അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പേ മരിച്ചു കഴിഞ്ഞു. നാം മരണം കാത്തിരിക്കുകയാണ്. നമ്മുടെ ശേഷം നമ്മുടെ മക്കൾ വരുന്നു. ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ നിൽക്കുന്നു. ഇനി 50 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. എല്ലാം മണ്ണിനടിയിലായിരിക്കും. അപ്പോഴും ഭൂമിക്ക് മുകളിൽ വേറെ ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകും. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മുടെ മുൻഗാമികൾ ഇവിടെ മണ്ണിൽ കഴിയുന്നു. ഇതുപോലെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങേണ്ട ഒരു യാത്രയിലാണ് നമ്മളെന്ന് ഓർമ്മിപ്പിക്കാനാണ് വർഷങ്ങളും വാർഷികങ്ങളും അള്ളാഹു കൊണ്ടുവരുന്നത്. അതാണ് മുഹറം, അതാണ് 12 മാസം, അതാണ് ഒരു സൈക്കിൾ. ഇങ്ങനെ ഒരു ചലനം, സമയത്തെ കൃത്യതയിൽ അള്ളാഹു നിയന്ത്രിക്കുന്നത്. സമയമായിട്ടുണ്ട്, ഇനി അധികം ദൂരമില്ല നമ്മുടെ ഖബറിലേക്കെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇത് പേടിപ്പിക്കാനല്ല, ഒരുങ്ങാനാണ്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, ഒരുക്കങ്ങൾ ചെയ്യാനാണ്. ഇത് നമുക്ക് ദുഃഖമുണ്ടാക്കാനല്ല, അനന്തമായ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീനൽ മുഖ്ബിതീൻ. നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا مجيب قريب مجيب الدعوات يا رب العالمين. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى وبحق هذا المجلس الكريم اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا واستر عيوبنا وأصلح فساد قلوبنا وطهر أبداننا وأنفسنا وأرواحنا وأعمالنا وأصلح نياتنا وأخلصنا لك أعمالنا. ربنا ظلمنا أنفسنا، ربنا ظلمنا أنفسنا، ربنا